തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ഭ്രാന്തിയെ പോലെ ഒന്നും ട്രീറ്റ് ചെയ്യരുത്. വേണമെങ്കിൽ ദിവസവും വന്ന് നിങ്ങളുടെ അടുത്ത് ഒരു സെഷൻ പോലെ അറ്റൻഡ് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് അറ്റൻഡ് ചെയ്യാം, കൗൺസിലിംഗ് പോലെ എന്ന് എമിലി എന്നെ പറയുമ്പോൾ അത്രത്തോളം ബോധമുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവർ ഡിപ്രഷൻ ആയിട്ടുള്ള സ്റ്റേജിൽ ഇരിക്കുന്നതുകൊണ്ട് ഡിപ്രഷൻ ആയാലും എന്താവും, മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ല, മെയിനിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊരു മരുന്ന് നമ്മുടെ ഹീറോ എഴുതി കൊടുക്കും. ഇത് മൂലമായിട്ട് ഇവരുടെ ബ്രെയിൻ ഡിപ്രഷനിലാണ് എന്നത് മെയിൻക്ക് അറിയുന്നുണ്ടാവും. സോ ഇത് കുറച്ച് റിലീഫ് ആകും എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തും അവരുടെ അമ്മയുടെ അടുത്തും ദിവസവും വന്ന് ഇവർ എൻ്റെ അടുത്ത് സെഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം എമിലി വീട്ടിലേക്ക് വരുന്നുണ്ട്, തുടർന്ന് ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിൽ ഒരേ ഒരു മൈനസ് എന്തെന്നാൽ എപ്പോഴും ഒരുമാതിരി റെസ്ലെസ് ആകും. ഇതാണെങ്കിൽ ഓഫീസിലുള്ള ബോസ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ മുന്നിലാണ് ഈ ഒരു എമിലി മരുന്ന് കഴിക്കുന്നത്. മരുന്ന് കണ്ടിട്ട് ബോസ് എന്താണ് പറയുന്നത് എന്നാൽ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് യൂസ് ചെയ്താൽ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ മെഡിസിൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് എഴുതി തരാൻ പറ എന്ന് പറയും. ഇത് കേട്ട് എമിലി ഓക്കെ ഇന്ന് ഈവനിങ് പോകുമ്പോൾ ഡോക്ടറിനോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അന്ന് ഈവനിങ് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എമിലിയെക്കുറിച്ച് ഡോക്ടർ നിറയെ വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആക്ച്വലി 5 വർഷത്തിന് മുന്നേ വേറൊരു നാട്ടിലാണ് എമിലി ഉണ്ടായിരുന്നത്. അവളൊരു ബാറിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഹസ്ബൻഡിനെ ഇവർക്ക് പരിചയം. ഭയങ്കര പണക്കാരനായിരുന്നു, ലവ് ചെയ്തിട്ടുണ്ട്, പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കല്യാണം കഴിച്ചിട്ട് ഒരു ആഡംബരമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇവരുടെ ബിസിനസ്സിൽ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് ഇവരെ പിടിച്ച് ജയിലിലിട്ടത് മാത്രമല്ലാണ്ട് ഇവരുടെ സ്വത്ത് ഫുള്ളായിട്ട് സർക്കാർ കണ്ടുകെട്ടിയതുകൊണ്ട് ആ ഒരു സമയത്താണ് ഇവർ ഡിപ്രഷനിലോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു നാട്ടിലുള്ള വിക്ടോറിയ എന്ന ഡോക്ടറുടെ അടുത്ത് ഇവർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചെല്ലാം ഇപ്പോൾ നമ്മുടെ ഹീറോ കേട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പേഷ്യൻറ്റിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് കറക്റ്റ് മനസ്സിലായാലേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എമിലി പറഞ്ഞ വിക്ടോറിയ എന്ന ഡോക്ടറെ മീറ്റ് ചെയ്ത് ഇവർക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുത്തത് ഇവരെക്കുറിച്ച് ചോദിക്കാൻ പോകുമ്പോൾ അവിടെ പോയപ്പോൾ വിക്ടോറിയ എന്ന ഡോക്ടറുടെ അടുത്ത് നിന്ന് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ എമിലിയെക്കുറിച്ച് അറിയുന്നുണ്ട്. ഹസ്ബൻഡ് ജയിലിലേക്ക് പോയ സമയത്ത് ഇവർക്ക് അബോർഷൻ വരെ ആയിട്ടുണ്ട്. ഒരുമാതിരി ലൈഫ് തന്നെ കാലിയായിട്ട് ഒരുമാതിരി ഡിപ്രഷൻ സ്റ്റേജിലാണ് ഈ ഒരു വിക്ടോറിയയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു 9 മാസം എൻ്റെ അടുത്ത് ഇവർ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ട്. പിന്നീട് അവർ വേറെ സ്ഥലത്തേക്ക് താമസം മാറിയതുകൊണ്ട് പിന്നീട് ഞങ്ങൾക്ക് ഒരു ടച്ചില്ല, പാവം അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു മരുന്നാണ് കൊടുക്കുന്നത് എന്ന് ഹീറോ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ അത് നല്ലതാണ്, പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്ന് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ പേര് അബ്ലിക്സ് എന്നാണ്. അവർ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വന്ന സമയത്ത് ആ ഒരു മരുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ സൂപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. അത്രത്തോളം സൂപ്പറാണ് ആ ഒരു മെഡിസിൻ. ഒരു നിമിഷം സാമ്പിളിൻ്റെ ബാഗിലുണ്ട് എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്തില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കി എന്ന് വിക്ടോറിയയോട് പറയുമ്പോൾ സോ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഹീറോ കളക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് എമിലി തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എന്താണ് പറയുന്നത് എന്നാൽ ഇങ്ങോട്ട് നോക്ക്, നിനക്ക് സുഖമില്ല, എനിക്കത് മനസ്സിലാകും, നീ വരണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എനിക്ക് എന്തായാലും പോകണം, ഞാൻ ജയിലിൽ നിന്ന് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്, കുറച്ചൊക്കെ സോഷ്യലൈസ് ആയാലാണ് ശരിയാകുക, അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് പോകണം എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. എന്നാൽ ഇല്ല കുഴപ്പമില്ല, അവർ തെറ്റിദ്ധരിക്കും, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ പാർട്ടിക്ക് പോകുന്നുണ്ട്. പാർട്ടിക്ക് പോയ എമിലി ആദ്യമൊക്കെ നോർമലായിട്ടാണുള്ളത്. പെട്ടെന്ന് എന്തായാലും നോക്കിയാൽ എമിലി കരയാൻ തുടങ്ങുന്നുണ്ട്. ഇതാണ് പാർട്ടിയുള്ള എല്ലാവരും കാണുന്നുണ്ട്. ഇത് കണ്ട എമിലിയുടെ ഹസ്ബൻഡ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരുന്നുണ്ട്. ദിവസം ഇത് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം എമിലി ഡ്രൈവ് ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് മെട്രോ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റിൽ ആ ഒരു അബ്ലിക്സ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു വിക്ടോറിയ എന്ന ഡോക്ടർ അബ്ലിക്സ എന്ന് മരുന്ന് അതിൻ്റെ പരസ്യം കാണുന്നുണ്ട്. അത് നോക്കിയിട്ട് കുറച്ച് നേരം എമിലി നോർമലായിട്ട് നോക്കിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് എന്താണ് ചിന്തിച്ചതെന്ന് അറിയില്ല, പെട്ടെന്ന് പാളത്തിലേക്ക് ചാടുന്നുണ്ട്. ഭാഗ്യത്തിന് അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നതെന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ കറക്റ്റായിട്ട് കൈ പിടിക്കുന്നുണ്ട്. മോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എമിലി പോലീസിൻ്റെ പേര് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേര് കാണുമ്പോൾ ബിഹാൻ എന്നാണ് പേര്. ആ ഒരു പേര് കാണുമ്പോൾ സ്വഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ കട്ട് ചെയ്യുമ്പോൾ ഹീറോയെ മീറ്റ് ചെയ്യാൻ എമിലി ഓടി വരുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവരുടെ വൈഫിൻ്റെ കൂടെ ഒരു പ്രൈവറ്റ് ടൈമിലാണുള്ളത്. എന്നാൽ അത് കുറച്ച് പോലും പരിഗണിക്കാതെ എമിലി എനിക്ക് ഇപ്പോൾ തന്നെ കാണണം, ഇപ്പോൾ തന്നെ നിങ്ങൾ വരണം, നിങ്ങളോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇതെൻ്റെ വൈഫിൻ്റെ കൂടെയുള്ള ടൈമാണ്, പ്രൈവറ്റ് ടൈമാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. എന്നാൽ എമിലി നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ്